ഇത്രയും കഷ്ടപ്പെട്ടിട്ടും ഒരു പ്രയോജനവും ഇല്ല. ഇന്നത്തെ ദിവസം തന്നെ പാഴായി. ശരി പോട്ടെ, കുഴപ്പമില്ല. മീന് കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ എന്താ, ഇന്ന് ഈ മുട്ട കഴിച്ച് വിശപ്പങ്ങാകറ്റാം. കുറുക്കന്റെയും കൊക്കിന്റെയും സൗഹൃദം. ഒരു ദിവസം ഒരു കുറുക്കൻ കടലിലേക്ക് നടന്നു പോകുകയായിരുന്നു. ഇന്നും ബാക്കി വന്ന എവിടെയെങ്കിലും കിടക്കുന്ന ഭക്ഷണം കഴിക്കാൻ മനസ്സ് സമ്മതിക്കുന്നതേ ഇല്ല. ഇന്ന് നല്ല ഫ്രഷായി കടലിൽ നിന്ന് കിട്ടുന്ന ഗോൾഡൻ ഫിഷിനെ തിന്നണമെന്ന ആഗ്രഹമുണ്ട്. അങ്ങനെ പറഞ്ഞ് അത് കടലിനടുത്തേക്ക് പോയി. എന്നാൽ പാവത്തിന് കടലിൽ ഇറങ്ങി മീൻ പിടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ദൂരെ കുറുക്കൻ കണ്ടു 2 കരടികൾ അവർക്കിഷ്ടമുള്ള ഗോൾഡൻ ഫിഷിന് വേണ്ടി അടിയിടുന്നത്. ഇത് എന്റെ മീന അല്ല, എന്റെ മീന. ആദ്യം ഞാനാ ഇത് കണ്ടത്, എന്നാൽ പിടികൂടിയത് ഞാനല്ലേ? അവർ അതേ സ്ഥലത്തിൽ ആ മീനിനെയും വെച്ച് വീണ്ടും അടിയുണ്ടാക്കി. നീ ലെഫ്റ്റിൽ നിന്നുമാ വന്നത്, ഞാൻ റൈറ്റിൽ നിന്നും വന്നു. അപ്പോഴാണ് ഞാൻ ഈ മീനിനെ കണ്ടത്. എന്നാൽ നീ ഇവിടെ വന്നതേ ഇല്ലല്ലോ, ഞാനാണ് അതിന്റെ അടുത്തുണ്ടായിരുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും വഴക്കുണ്ടാക്കുമ്പോൾ കുറുക്കൻ അവിടെ വന്ന് ആ മീനെ എടുത്തുകൊണ്ടുപോയി. അത് വായിൽ കടിച്ചു പിടിച്ച് അവിടെ നിന്നും ഓടാൻ തുടങ്ങി. അയ്യോ, അവനെ തടയൂ! രണ്ടുപേരും ആ കുറുക്കനെ പിന്തുടർന്നുകൊണ്ടേ പോയി. ഇതിനെല്ലാം കാരണം നീയാ. അല്ല, അത് നീയാണ്. നീ വന്നില്ലായിരുന്നെങ്കിൽ ഞാനത് തിന്നേനെ. അയ്യോ, ഇവർ രണ്ടുപേരും എന്റെ പിന്നാലെ വരുന്നുണ്ടല്ലോ. ഇവരിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടും? അപ്പോൾ മുൻപിൽ ഒരു ഗുഹയുള്ളത് കണ്ടു. അത് എത്ര ചെറുതായിരുന്നെന്നാൽ അതിന് മാത്രമേ അതിൽ കയറാൻ പറ്റിയുള്ളൂ. എന്നാൽ ഗുഹയുടെ വാതിൽ ഉയരത്തിലായിരുന്നു. അതിന്റെ മുകളിൽ കയറാൻ പോയപ്പോൾ അറിയാതെ അതിന്റെ വായിലുണ്ടായിരുന്ന മീന് താഴെ വീണു. ആ മീന് പറന്നുപോയി നേരെ കരടിയുടെ കാൽക്കൽ വീണതുകൊണ്ട് കരടികൾ അത് കണ്ടു. കുറുക്കനും പേടിച്ച് ഗുഹയ്ക്കുള്ളിലേക്ക് പോയി. ഇത് എന്റേതാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു കരടി അത് തിന്നാൻ തുടങ്ങി. മറ്റൊരു കരടി വീണ്ടും വഴക്കുണ്ടാക്കാൻ തുടങ്ങി. മറുവശത്ത് മീനു ഗുഹയ്ക്കുള്ളിലിരുന്ന് ഒരുപാട് വിഷമിച്ചു. ഇത്രയും കഷ്ടപ്പെട്ടിട്ടും ഒരു പ്രയോജനവും ഇല്ല. ഇന്നത്തെ ദിവസം തന്നെ പാഴായി. അപ്പോൾ മീനുവിന്റെ ശ്രദ്ധ ഗുഹയ്ക്കുള്ളിലുണ്ടായിരുന്ന ഒരു മുട്ടയുടെ മുകളിലേക്ക് പോയി. ശരി പോട്ടെ, കുഴപ്പമില്ല. മീന് കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ എന്താ, ഇന്ന് ഈ മുട്ട കഴിച്ച് വിശപ്പങ്ങാകറ്റാം. അങ്ങനെ പറഞ്ഞ് ആ മുട്ടയെടുത്ത് അതിന്റെ വായിലേക്ക് വച്ചു. എന്നാൽ പെട്ടെന്ന് തൊണ്ടയിലെന്തോ ഇക്കിളിയിട്ടു. അതുകൊണ്ട് മുട്ടയും തുപ്പി. ആ മുട്ട തറയിൽ വീണതുകൊണ്ട് പൊട്ടി അതിന്റെ അകത്തു നിന്ന് ഒരു കുഞ്ഞു കൊക്ക് വെളിയിൽ വന്നു. അയ്യോ, ഇത് കാണാൻ എന്തോ കൊക്കിനെ പോലെ ഉണ്ടല്ലോ. ശരി, ഇതിനെ ജീവനോടെ വിട്ടേക്കാം, അല്ലെങ്കിൽ അതിന്റെ അമ്മ ഒരുപാട് വിഷമിക്കില്ലേ. അങ്ങനെ മീനു അവിടെ നിന്നും നടന്നുപോയി. അത് കണ്ട് ആ കുഞ്ഞു കൊക്ക് പതുക്കെ പതുക്കെ മീനുവിന്റെ പിന്നാലെ നടന്നുപോയി. അയ്യോ, നീ എന്തിനാ എന്റെ പിന്നാലെ വരുന്നത്? അതിന് കൊക്ക് ഒന്നും പറഞ്ഞില്ല. മീനുവിന് മനസ്സിലായി അതിന് പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ല എന്ന്. ഇത് കണ്ണു തുറന്നപ്പോൾ ആദ്യമായി എന്നെയല്ലേ കണ്ടത്, അതുകൊണ്ട് ഇതിന്റെ അമ്മ ഞാനാണെന്ന് കരുതി കാണും. മീനുവിന് മനസ്സിലായി ഇനി അത് തന്റെ കൂടെ തന്നെ കാണുമെന്ന്. അതുകൊണ്ട് പിന്നാലെ വരുന്നത് അത് തടഞ്ഞില്ല. മീനുവും കൊക്കും ഒരുമിച്ച് ജീവിച്ചു. നാളുകൾ കഴിഞ്ഞ് കൊക്ക് സംസാരിക്കാനും തുടങ്ങി. മീനു അതിന്റെ പേര് റോക്കി എന്നും ഇട്ടു. ഒരിക്കൽ റോക്കി മീനുവിന്റെ കൂടെ നടന്നുപോയി. ഒന്ന് പതുക്കെ പോന്നേ, നിങ്ങളുടെ കൂടെ ഇങ്ങനെ വരുമ്പോഴെല്ലാം ഞാൻ ഒരുപാട് ക്ഷീണിക്കുന്നു. നീ കാലുകൊണ്ടല്ലേ നടക്കുന്നത്, അതാ വേദനിക്കുന്നത്. നിനക്ക് ചിറകുകളുണ്ടല്ലോ, നീ എന്താ പറക്കാത്തത്? എന്നാൽ എനിക്ക് പറക്കാൻ അറിയില്ലല്ലോ, നിങ്ങൾ ഇതുവരെ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടേ ഇല്ല. ശരി, ഞാൻ എങ്ങനെ ചെയ്യുന്നോ അതങ്ങനെ തന്നെ ചെയ്യ്. മീനു ഒരു വലിയ പാറയുടെ മുകളിൽ കയറി നിന്ന് പറഞ്ഞു, നിന്റെ ചിറകൊന്ന് അനക്കി നോക്ക്. ശരി, ഇപ്പോൾ ഇങ്ങനെ പറക്ക്. അങ്ങനെ മീനു പറഞ്ഞ ഉടനെ കൊക്ക് അത് കണ്ട് അതിന്റെ ചിറകുകൾ ആട്ടാൻ തുടങ്ങി. പതുക്കെ പതുക്കെ ചിറകുകൾ വീശി നോക്കി. ഇപ്പോൾ മുകളിൽ നിന്ന് ചാടി പറക്കണം. അങ്ങനെ പറക്കുന്നത് പോലെ കാണിച്ച് മുകളിൽ നിന്ന് മീനു താഴേക്ക് ചാടി. എന്നാൽ റോക്കി അങ്ങനെയല്ല. ചിറകുകൾ ആട്ടിയ ഉടനെ പതുക്കെ പതുക്കെ അവൻ പറക്കാൻ പഠിച്ചു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ റോക്കി വീണ്ടും വളർന്നു. വീണ്ടും മീനുവിന് ഗോൾഡൻ ഫിഷ് കഴിക്കണമെന്ന് തോന്നി. അതുകൊണ്ട് അവർ രണ്ടുപേരും കടലിലേക്ക് പോയി. അത് എപ്പോഴും ആ കടലിലെ വെള്ളത്തിലേക്ക് തന്നെ നോക്കി നിന്നു. അപ്പോൾ അവിടെ ആ 2 കരടികളും വന്നു. എടോ, ഇത് അത് തന്നെയല്ലേ കഴിഞ്ഞ തവണ നമ്മുടെ ഭക്ഷണം മോഷിച്ചുകൊണ്ട് പോയില്ലേ? അതെ, ഇത് അത് തന്നെയാ. അതിനെ പിടികൂടണം.
മീനു അവരെ കണ്ട് അവിടെ നിന്നും പേടിച്ചു ഓടാൻ തുടങ്ങി. അവർ രണ്ടുപേരും പിന്നാലെ വന്നു. എന്നാൽ പോകുന്ന വഴിയിൽ വലിയ കുറ്റിക്കാടുണ്ടായിരുന്നു. അത് കാണാൻ മുള്ളുപോലെ ഉണ്ടായിരുന്നു. അത് മറികടക്കാൻ പറ്റില്ല. മീനു വേഗത്തിൽ ഓടി. അപ്പോൾ കരടികൾ പിടികൂടാൻ തുടങ്ങിയപ്പോൾ റോക്കി അവിടേക്ക് പറന്നു വന്നു. പെട്ടെന്ന് എന്റെ കാലിൽ പിടിക്ക്. അത് കേട്ട് മീനു അതിന്റെ കാലിൽ പിടിച്ച് റോക്കി അതിനെയും കൊണ്ട് പറന്നു. അങ്ങനെ സുരക്ഷിതമായി മീനുവിനെ മറുവശത്തേക്ക് കൊണ്ടുവന്നു. എന്നാൽ കരടികൾ അവിടെ തന്നെ നിന്നു. അപ്പോൾ റോക്കി മീനുവിനെ വലിയ പാറയുടെ മുകളിൽ കൊണ്ടുപോയി. താഴെ വലിയ കുഴിയാണ്. അരുവിയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം കുറച്ചു നേരത്തിനുള്ളിൽ പാറയിലിടിക്കും. എന്റെ ചെറിയ കാലുകൊണ്ട് നിങ്ങളെ പിടിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ കൈകൊണ്ട് മുറുക്കി എന്റെ കാലിൽ പിടിച്ചാൽ എന്നാൽ ഒരു പ്രശ്നവുമില്ല. പെട്ടെന്ന് വാ, അല്ലെങ്കിൽ വെള്ളം വന്ന് നിങ്ങളെ കൊണ്ടുപോകും. അത് കേട്ട് മീനു റോക്കിയുടെ കാലിൽ പിടിച്ച് റോക്കി കഷ്ടപ്പെട്ട് പറക്കാൻ തുടങ്ങി. എന്നാൽ മീനുവിന്റെ ഭാരം റോക്കിക്ക് താങ്ങാൻ പറ്റിയില്ല. അയ്യോ അമ്മേ, എന്ത് പറ്റിയാലും കുഴപ്പമില്ല, പിടിക്കുന്നത് മാത്രം വിടരുതേ. അത് തുടർന്ന് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ പാവത്തിന് പറന്നു പോകാനേ പറ്റിയില്ല. റോക്കിയുടെ ഈ കഷ്ടപ്പാട് കാണാൻ പറ്റാതെ മീനു കാലിൽ നിന്ന് വിട്ടു. ഇല്ല മീനു. മീനു കുഴിയിലേക്ക് വീഴാൻ പോയി. റോക്കിയും വിഷമത്തോടെ അത് നോക്കി നിന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു വലിയ കൊക്ക് അവിടെ വന്നു. അത് മീനുവിനെ പിടികൂടി മുകളിലേക്ക് പറന്നുപോയി. ആ കൊക്കിന് മീനുവിനെ ഈസിയായി പൊക്കാൻ പറ്റി. അത് ആ അരുവി മറികടന്ന് ഒരു സേഫായ സ്ഥലത്തിൽ കൊണ്ടുവന്ന് മീനുവിനെ താഴെ ഇറക്കി. നിങ്ങൾ എന്റെ ഫ്രണ്ടിന്റെ ജീവൻ രക്ഷിച്ചു. ഞാൻ എന്നും കടപ്പെട്ടിരിക്കുന്നു. ഇവിടെ നോക്കുമോനെ, ഞാനാണ് നിന്റെ അമ്മ. നിന്നെ ഒരുപാട് നാളായി അന്വേഷിക്കുന്നു. ഇപ്പോഴാണ് നിന്നെ കണ്ടെത്തിയത്. എന്താ, നിങ്ങളാണോ എന്റെ അമ്മ? അതെ. അത് കേട്ട് റോക്കി അവന്റെ അമ്മയെ കെട്ടിപ്പിടിച്ചു. നീ എന്റെ കുഞ്ഞിനെ വളരെ നന്നായി നോക്കി. ഞാൻ എന്നും നിന്നോട് നന്ദിയുള്ളവളായിരിക്കും. നിങ്ങളെ കണ്ടതിൽ എനിക്കും ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് സമാധാനവുമായി. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ മകൻ നിങ്ങളുടെ കൂടെ വരുന്നതാ എനിക്ക് സന്തോഷം. എന്റെ അമ്മയെ കണ്ടുമുട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. എന്നാൽ നിങ്ങൾ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അത് ഞാൻ ഒരിക്കലും മറക്കുകയില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു വാക്ക് തരാം. ഞാൻ നിങ്ങളെ ദിവസവും കാണാൻ ഇവിടെ വരും. നിങ്ങളുടെയും എന്റെയും ഈ സൗഹൃദം എപ്പോഴും നിലനിൽക്കും. ഉറപ്പായും ഉറപ്പായും. ദിവസവും നീ എപ്പോൾ വരുമെന്ന് ഞാനിവിടെ കാത്തുകൊണ്ടേയിരിക്കും. നിനക്ക് ഞാൻ എന്തെങ്കിലും തരാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ പറഞ്ഞ ആ വലിയ കൊക്ക് കടലിന്റെ നടുക്ക് പോയി അവിടെ നിന്നൊരു ഗോൾഡൻ ഫിഷിനെ കൊണ്ടുവന്ന് മീനുവിന് കൊടുത്തു. ഇതാ, ഇത് നിനക്ക് ഒരുപാട് ഇഷ്ടമല്ലേ? അത് കേട്ട് മീനു സന്തോഷത്തോടെ ഗോൾഡൻ ഫിഷ് കഴിച്ചു. അതിനുശേഷം റോക്കിയും അവന്റെ അമ്മയുടെ കൂടെ പറന്നുപോയി. മീനു രണ്ടുപേരും പറന്നു പോകുന്നത് കണ്ട് കൈയാട്ടി ടാറ്റ കാണിച്ചു. മീനു എന്തോർത്ത് സന്തോഷിച്ചെന്നാൽ തന്റെ കുടുംബത്തിനെ കിട്ടിയതിനു ശേഷവും റോക്കി വീണ്ടും അവിടെ വരുമെന്ന് പറഞ്ഞില്ലേ, അതോർത്ത് അത് സന്തോഷത്തോടെ പോയി. ദൈവമേ, നീ എന്നെ പക്ഷിയായി ജനിപ്പിച്ചു. എന്നാൽ ബാക്കിയുള്ള പക്ഷികളെ പോലെ എനിക്ക് മാത്രം എന്തുകൊണ്ടാ 2 ചിറകുകൾ തരാത്തത്? എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ എനിക്ക് പറക്കാനേ പറ്റുന്നില്ല. എന്നെ അവരുടെ കൂടെ നിർത്താൻ അവർക്ക് താല്പര്യമില്ല. വികലാംഗനായ കൊക്കും മാന്ത്രിക പക്ഷിയും. കാട്ടിലെ എല്ലാ പക്ഷികളും മൃഗങ്ങളും വളരെ സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. ആ കാട്ടിൽ മനോഹരമായ ഒരു നദിയും ഉണ്ടായിരുന്നു. ആ നദിയിലായിരുന്നു എല്ലാ മൃഗങ്ങളും പക്ഷികളും വെള്ളം കുടിക്കാൻ വേണ്ടി വന്നിരുന്നത്. ഒരു കൂട്ടം കൊക്കുകൾ വൈകുന്നേരം രാവിലെയും അവിടെ വരുമായിരുന്നു. എന്നാൽ ഒരേ ഒരു കൊക്ക് മാത്രം ദിവസം മുഴുവനും അവിടെ തന്നെ ചുറ്റിക്കറങ്ങിയിരുന്നു. ദൈവമേ, നീ എന്നെ പക്ഷിയായി ജനിപ്പിച്ചു. എന്നാൽ ബാക്കിയുള്ള പക്ഷികളെ പോലെ എനിക്ക് മാത്രം എന്തുകൊണ്ടാ 2 ചിറകുകൾ തരാത്തത്? എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ എനിക്ക് പറക്കാനേ പറ്റുന്നില്ല. എന്നെ അവരുടെ കൂടെ നിർത്താൻ അവർക്ക് താല്പര്യമില്ല. എന്നെ ഒരു മുയലായി ജനിപ്പിച്ചാൽ മതിയായിരുന്നു. എനിക്ക് വേഗത്തിൽ ഓടാനെങ്കിലും കഴിയുമായിരുന്നു. അപ്പോൾ അവിടേക്ക് ഒരു തത്തയും വന്നു. മിങ്കു കൊക്കെ, താങ്കൾ എന്നെ ഒന്ന് സഹായിക്കാമോ? ആ സഹായം നിങ്ങളെ കൊണ്ട് മാത്രമേ ചെയ്തു തരാൻ പറ്റൂ. അതുപോട്ടെ, എന്താ കാര്യം? നീ എവിടെ നിന്നാ വരുന്നത്? ഞാൻ അടുത്തുള്ള കാട്ടിൽ നിന്നാണ് വന്നത്. രാവിലെയാണ് ഞാനൊരു മുട്ട ഇട്ടത്. എന്നാൽ എന്റെ മോശം സമയമായതുകൊണ്ട് മുട്ട കൂട്ടിൽ നിന്നും വഴുതി. അത് ഒരു ഉറുമ്പിന്റെ കൂട്ടിൽ പോയി വീണു. എന്നാൽ ആ കൂട് വളരെ ആഴത്തിലാണ്. നീ അത് വെളിയിലെടുക്കാൻ ശ്രമിച്ചതേയില്ലേ?
ഞാൻ മാത്രമല്ല, ഒരുപാട് പക്ഷികളും മൃഗങ്ങളും ശ്രമിച്ചു. എന്നാൽ ആ കൂട് വളരെ ആഴത്തിലല്ലേ. ആരുടെ കയ്യും കാലും അതിൽ കയറുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചുണ്ടുപയോഗിച്ച് ഉറപ്പായും അതെടുക്കാൻ പറ്റും. ഞാൻ ഉറപ്പായും നിന്റെ കൂടെ സന്തോഷത്തോടെ വരിക തന്നെ ചെയ്യും. എന്നാൽ നിനക്കറിയില്ലല്ലോ, എനിക്ക് ഒരു ചിറകില്ല, എനിക്ക് പറക്കാൻ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തായ വേറെ ഏതെങ്കിലും കൊക്കുണ്ടോ? ആ, ഒരുപാട് ആൾക്കാരുണ്ട്. അവരെല്ലാവരും വരുന്ന സമയവുമായി. അതുകൊണ്ട് തത്ത അവിടെ തന്നെ താമസിച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കൊക്കിന്റെ കൂട്ടവും വന്നു. അപ്പോൾ ആ തത്ത എല്ലാവരോടും സഹായം ചോദിച്ചു. നിന്റെ കാട് ഒരുപാട് ദൂരെയാണ്. അവിടേക്ക് ഞങ്ങൾക്ക് ആർക്കും പോകാൻ താല്പര്യമില്ല. എന്റെ മുട്ട ആ ഉറുമ്പിന്റെ കൂട്ടിൽ തന്നെ ഇരുന്നാൽ കുഞ്ഞു വെളിയിൽ വരുമ്പോൾ അത് അവിടെ തന്നെ ഇരുന്ന് ചാകും. പ്ലീസ്, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ സഹായിക്കൂ. ഞങ്ങൾ ആ വശത്തേക്ക് പോകാറേ ഇല്ല. അതുമല്ലാതെ നീ ഈ കാട്ടിലെ ആളുമല്ല. അങ്ങനെയുള്ളപ്പോൾ നിന്റെ താല്പര്യത്തിന് ഞങ്ങൾ എന്തിനാ കഷ്ടപ്പെടുന്നത്? എടാ പാപികളെ, നിങ്ങൾ എന്തായി പറയുന്നത്? പാവം ഇതിന്റെ കുഞ്ഞിന്റെ കാര്യമില്ലേ? നിനക്ക് ഇതിന്റെ കുഞ്ഞിനോട് അത്രയ്ക്ക് സ്നേഹമുണ്ടെങ്കിൽ നിനക്ക് തന്നെ പോകാമല്ലോ. നിനക്ക് പറക്കാൻ പറ്റില്ലെങ്കിൽ നടന്നു പോ. നിന്റെ അടുത്ത് കാലുണ്ടല്ലോ അല്ലേ? ഇങ്ങനെ പറഞ്ഞ് എല്ലാ പക്ഷികളും അവിടെ നിന്നും പോയി. തത്തേ, നീ വിഷമിക്കണ്ട, ഞാൻ നിന്റെ കൂടെ ഉറപ്പായും വരാം. അത് കേട്ട് തത്ത സന്തോഷിച്ചു. കൊക്കിനെയും കൊണ്ട് അതവിടേക്കും പോയി. 4 മണിക്കൂർ നടന്നതിനു ശേഷം കൊക്കിന്റെ കാല് വേദനിക്കാനും തുടങ്ങി. അത് ഇടയ്ക്കിടെ കുറച്ചുനേരം വിശ്രമിച്ച് അതിനുശേഷം വീണ്ടും നടന്നു പോയിക്കൊണ്ടേയിരുന്നു. അങ്ങനെ കുറച്ചുനേരം വിശ്രമിച്ച് വൈകുന്നേരത്തിനുള്ളിൽ അവർ കാട്ടിൽ എത്തിച്ചേർന്നു. ഇവിടെ നോക്ക് കൊക്കെ, ഇതാണ് ആ കൂട്. അത് കേട്ട് കൊക്കും അകത്തേക്ക് എത്തി നോക്കി. അപ്പോൾ ഒരുപാട് താഴെ ഒരു മുട്ട കാണാൻ പറ്റി. ഞാൻ ഇപ്പോൾ തന്നെ ഇതെടുത്തു തരാം. അപ്പോൾ മിങ്കു കൊക്ക് അതിന്റെ മെലിഞ്ഞ കഴുത്തകത്തേക്കിട്ട് അതിന്റെ ചുണ്ടുകൊണ്ട് ആ മുട്ട സേഫായി വെളിയിലേക്കെടുത്ത് അത് തറയിലേക്കും വച്ചു. ഇത് കണ്ടതും തത്ത ഒരുപാട് സന്തോഷിച്ചു. നിങ്ങൾക്ക് ഒരുപാട് 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 നന്ദി കൊക്കെ. നിന്നെ ഇങ്ങനെ സഹായിച്ചതിൽ എനിക്കും ഒരുപാട് സന്തോഷമുണ്ട്. എന്നാൽ എനിക്കിപ്പോൾ കാല് നന്നായി വേദനിക്കുന്നു. എനിക്കിനി നാളെ രാവിലെ ഇവിടെ നിന്നും പോകാൻ പറ്റൂ. എന്നാലേ എന്റെ കാലുവേദനയൊന്ന് കുറയൂ. അപ്പോൾ ആ മുട്ടയും അനങ്ങാൻ തുടങ്ങി. എങ്ങനെയോ അതും പൊട്ടി. അപ്പോൾ ആ മുട്ടയ്ക്കകത്തു നിന്നും നീല നിറത്തിലുള്ള ഒരു പക്ഷിയും വെളിയിൽ വന്നു. കുറച്ചു നേരത്തിനുള്ളിൽ അത് തന്റെ അമ്മയുടെ അത്രയും വലിയ രൂപത്തിലായി പറക്കാൻ തുടങ്ങി. ഇത് കണ്ടതും മിങ്കു കൊക്കിന് അത്ഭുതമായി. ഇതെന്താ ഇത്? നീ ഇപ്പോഴല്ലേ ജനിച്ചത്? പെട്ടെന്ന് നീ വളർന്നല്ലോ. അതുമല്ലാതെ പറക്കുന്നു. ഇതൊക്കെ എങ്ങനെ? നിങ്ങൾക്കിനി നടന്നു പോകേണ്ട ഒരു ആവശ്യവും വരില്ല. ഈ കാട്ടിൽ നിന്ന് നിങ്ങളുടെ ചിറകുകൊണ്ട് ഇനി നിങ്ങൾ പറന്നു പോകും. എനിക്കെങ്ങനെ പറന്നുകൊണ്ടേ പോകാൻ പറ്റും? എനിക്ക് ഒരു ചിറകല്ലേ ഉള്ളൂ. ഇതുവരെ ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഈ പക്ഷി പറഞ്ഞാണ് ചെയ്തത്. ഈ മുട്ട ഞാൻ ഇട്ടതേ അല്ല. അയ്യോ, നിങ്ങൾ തെളിച്ചു പറയൂ. നിങ്ങളൊക്കെ ആരാണ്? നിങ്ങൾ എന്തിനാണ് എന്റെ അടുത്തേക്ക് വന്നത്? ഞങ്ങൾ രണ്ടുപേരും താമസിക്കുന്നത് മാന്ത്രിക മലയിലാണ്. ഞാൻ ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് എനിക്ക് നിന്റെ ശബ്ദം കേൾക്കാൻ പറ്റി. നീ ദൈവത്തിനോട് ഒരു രണ്ടാമത്തെ ചിറക് ചോദിച്ചില്ലേ? ആ കാര്യം എനിക്കറിയാം. അപ്പോൾ ഈ തത്തയോട് ഞാൻ പറഞ്ഞു, ഒരു പക്ഷി വിഷമത്തോടെ ഒരു ചിറക് ചോദിക്കുന്നു. അയാളോട് പോയി ഒരു സഹായം ചോദിക്കാൻ പറഞ്ഞു. അയാൾ ഒരു നല്ല വ്യക്തിയാണെങ്കിൽ ഉറപ്പായും ഞങ്ങൾ അവരെ സഹായിക്കാൻ തീരുമാനിച്ചു. അയാൾ നല്ലവനാണോ എന്ന് ചെക്ക് ചെയ്യാൻ തത്തയെ ഞാൻ പറഞ്ഞു വിട്ടു. നിന്നെ ഞാൻ ടെസ്റ്റ് ചെയ്തതാണ്. ആ ടെസ്റ്റിലും നീ പാസ്സായി. അതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഇത് കേട്ടതും കൊക്കിന് ഒരുപാട് സന്തോഷമായി. ഇതാ നിന്റെ സമ്മാനം. അങ്ങനെ പറഞ്ഞ് ആ പക്ഷി ചിറകുകൾ പടപടാന്നടിച്ച് മിങ്കു കൊക്കിനു നേരെ പോയി അതിനെ 3 പ്രാവശ്യം വലം വച്ചു. അവിടെ അത്ഭുതം നടന്നു. മിങ്കു കൊക്കിന് 2 ചിറകുകളും മുളച്ചു. നിന്റെ ചിറകുകൾ നീ ഇപ്പോൾ ഉപയോഗിക്കേ. അത് കേട്ടതും മിങ്കു കൊക്ക് കാറ്റിൽ ചിറകുകൾ പടപടാ എന്ന് അടിച്ച് പറക്കാൻ തുടങ്ങി. അത് ആ സ്ഥലം മുഴുവനും വലം വച്ചു. കൊള്ളാമല്ലോ. ഇപ്പോൾ ഞാനും പറക്കുന്നു. അങ്ങനെ അത് താഴേക്കും വന്നു. നിങ്ങൾക്ക് 2 പേർക്കും ഒരുപാട് നന്ദി. നിങ്ങൾ എനിക്ക് ഒരു ചിറകും കൂടി തന്ന് എന്റെ ആഗ്രഹം നിങ്ങൾ നിറവേറ്റി തന്നു.
ഇപ്പോൾ നിനക്ക് സന്തോഷത്തോടെ കാട്ടിൽ പോകാം മിങ്കു. ഓർമ്മയിരിക്കട്ടെ, ഞാൻ സഹായം ചോദിച്ചപ്പോൾ നീ നടന്നു വന്ന് സഹായം ചെയ്തില്ലേ? ഇതേപോലെ നീ എപ്പോഴും എല്ലാവരും സഹായിക്കണം. ഞാൻ ബാക്കിയുള്ളവരെ സഹായിക്കാൻ തീരുമാനിച്ചപ്പോഴാണ് എനിക്ക് വേറൊരു ചിറക് കിട്ടിയത്. ഞാൻ പ്രോമിസ് ചെയ്യാം, ഇനിയും ഞാൻ എല്ലാവരെയും ഉറപ്പായും സഹായിക്കും. അങ്ങനെ അവരോട് രണ്ടുപേരോടും ബൈ പറഞ്ഞ് സന്തോഷത്തോടെ അത് ആകാശത്തിലേക്ക് പറന്നുപോയി. അത് അതിന്റെ കൂട്ടത്തിലേക്ക് പോയതും എല്ലാ കൊക്കുകളും അതിനെ കണ്ട് അത്ഭുതപ്പെട്ടു, പിന്നെ സന്തോഷപ്പെടുകയും ചെയ്തു. ആ മിങ്കു, നിനക്ക് ഒരു ചിറകും കൂടി എങ്ങനെയാ വന്നത്? അത് കേട്ട് മിങ്കു കൊക്ക് അവരോട് സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇനി നിനക്കും ഞങ്ങളുടെ കൂടെ തന്നെ നടക്കാം. പിന്നെ എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? ശരി, വരൂ, ഇന്നു മുതൽ ഞാനും നിങ്ങളുടെ കൂടെ തന്നെ വരാം. അത് കേട്ട് കൊക്കിൻകൂട്ടം കാറ്റിൽ പറന്നു. മിങ്കു കൊക്കും അവരുടെ കൂടെ തന്നെ പറന്നു. അവരെല്ലാവരും അവിടെ നിന്നും ദൂരേക്കും പറന്നുപോയി.